നമസ്കാരം. 48 മണിക്കൂറിനുള്ളിൽ യുദ്ധം തീരും. ഇറാനെ വരുതിയിലാക്കി അമേരിക്ക. സത്യത്തിൽ ഇതൊരു ചോദ്യമാണ്. 48 മണിക്കൂറിനുള്ളിൽ യുദ്ധം തീരുമോ? ഈ ചോദ്യം വല്ലാതെ കുഴയ്ക്കുകയാണ് അമേരിക്കയടക്കം. 14 ധാരണാപത്രം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതൊന്നും വഴങ്ങുന്നില്ല എങ്കിൽ ബോംബാക്രമണത്തിന് ഭീഷണിപ്പെടുത്തുന്നു. എണ്ണവിലയിലെ വൻ ഇടിവ് തന്നെ അതിനൊരു കാരണമായി മാറുന്നു. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് നിബന്ധനകളോടെ അനുമതി നൽകിയാൽ 48 മണിക്കൂറിനുള്ളിൽ യുദ്ധം തീരുമോ? ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകളിൽ നിർണായകമായിട്ടുള്ള ചുവടുവയ്പ്പുകളുമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നു. വർഷങ്ങളോളം താൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്ന മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ആണവ കരാറിനെ അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു ഉടമ്പടിക്കാണ് ട്രംപ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. US ഉപരോധങ്ങൾ നീക്കം ചെയ്യുക, മരവിപ്പിച്ച ശതകോടിക്കണക്കിന് ഡോളർ ആസ്തികൾ വിട്ടു നൽകുക, യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ചില നിബന്ധനകളോടെ അനുമതി നൽകുക എന്നിവയാണ് ഈ പുതിയ ചട്ടക്കൂടിന്റെ പ്രധാന വശങ്ങൾ. സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരടങ്ങുന്ന ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സംഘം മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് 14 ധാരണാപത്രത്തിന് രൂപം നൽകുകയും ചെയ്തു. 48 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഒരു പാതയായി ഇതിനെ വൈറ്റ് ഹൗസ് അടക്കം കാണുന്നുമുണ്ട്. അപ്പോൾ ഈ കരാർ യാഥാർത്ഥ്യമായാൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും ആണവ പദ്ധതികളിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുമായിട്ട് ഇരു രാജ്യങ്ങൾക്കും 30 ദിവസത്തെ ചർച്ചാ കാലാവധി ലഭിക്കും. 12 മുതൽ 15 വർഷത്തേക്ക് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്നും നിബന്ധനകൾ ലംഘിച്ചാൽ ഈ കാലാവധി സ്വയമേവ നീട്ടുമെന്നുമാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന വ്യവസ്ഥയും ഇതിനോടൊപ്പം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. 2015 ഒബാമ കരാറിനെ ഏറ്റവും മോശം കരാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നുവെങ്കിലും പുതിയ വ്യവസ്ഥകളിൽ യുറേനിയം സമ്പുഷ്ടീകരണം 3.67% പരിമിതപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള സാമ്യങ്ങൾ പ്രകടമാണിപ്പോൾ. ട്രംപ് ഒബാമയുടെ വഴിയെ വരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സമാധാന ചർച്ചകളുടെയൊക്കെ വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ ആഗോള വിപണിയിൽ എണ്ണവില 10% ഇടിഞ്ഞ് ബാരലിന് $100 താഴെ എത്തിയിരിക്കുന്നു. അതേസമയം ഡൗ ഫ്യൂച്ചേഴ്സ് ഉൾപ്പെടെയുള്ള ഓഹരി വിപണികളിൽ ഉണർവ് പ്രകടമായിരിക്കുന്നു. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് ഇറാനോട് സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്ന ആ സമയം മുതൽ ഇങ്ങോട്ട് ഈ സമാധാന ചർച്ചകളുടെ വാർത്ത പുറത്തു വരുന്നതോടുകൂടി ആഗോള വിപണിയിൽ വലിയ കുതിപ്പുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമാധാനത്തിന് തയ്യാറായാൽ നിലവിലെ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്നും അല്ലെങ്കിൽ മുൻപത്തേക്കാൾ തീവ്രമായിട്ടുള്ള ബോംബാക്രമണം നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ അണുബോംബ് നിർമ്മാണമോ ആയുധ പരീക്ഷണങ്ങളോ നടത്തരുത് എന്നുള്ളതാണ് ധാരണാപത്രം പ്രകാരം പറയുന്നത്. അപ്പോൾ ഈ ഇറാൻ ഇത് ഉറപ്പ് നൽകേണ്ട ഒരു കാര്യമാണ്. ഭൂഗർഭ ആണവ നിലയങ്ങൾ നിരോധിക്കുന്ന കാര്യവും ഇതേപോലെ ഈ സമാധാന ചർച്ചയിലുണ്ട്. എന്നാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്ക് നിലവിൽ നിയന്ത്രണങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല. UN വിദഗ്ധരുടെ കർശനമായിട്ടുള്ള പരിശോധനകൾക്ക് ഇറാൻ വഴങ്ങേണ്ടി വരുമെങ്കിലും ഉപരോധങ്ങൾ നീക്കുന്നത് ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയയ്ക്ക് ശേഷമായിരിക്കും. അതേസമയം മറ്റൊരു കാര്യം, സമാധാന ചർച്ചകളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുമ്പോഴും കരാർ പരാജയപ്പെട്ടാൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാൻ ഇസ്രായേൽ രഹസ്യമായിട്ട് സജ്ജമാണ് എന്നുള്ള CNN റിപ്പോർട്ടുകൾ അടക്കം വരുന്നുണ്ട്. അപ്പോൾ ഇറാൻ സമാധാന നീക്കങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംശയാലുവാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. വെടിനിർത്തലിന് ശേഷം 10ലധികം തവണ ഇറാൻ സൈന്യം US സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയതായിട്ട് പെന്റഗണും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ആരുടെ കൈവശം എന്ന തർക്കവും ഇരു വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു യുദ്ധം എന്ന് പറയപ്പെടുന്നത് അവസാനിക്കേണ്ടതാണ്. ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത് ഒരു രാജ്യത്തിനും നന്നല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സമാധാന ചർച്ചകൾ യാഥാർത്ഥ്യമായാൽ 48 മണിക്കൂറിനുള്ളിൽ ഈ യുദ്ധം അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇറാനെ വരുതിയിലാക്കാൻ പോകുന്ന 14 സമാധാന നിർദ്ദേശങ്ങൾ തന്നെയാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത്.